Alhamdulillah, 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 Jazakallah khair. Alhamdulillah, Alhamdulillahi Rabbil Alameen. Hamdan yuwafi ni'amahu yukafi'u mazida. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Hamdan kasiran tayyiban mubarakan fihi. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Hamdan kasiran tayyiban mubarakan fihi. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Hamdan kasiran tayyiban mubarakan fihi. Bismillahirrahmanirrahim. Bismillahilladzi la yadurru ma'a ismihi shay'un fil ardi wa la fis samaa'i wa huwas samii'ul 'aliim. Bismillahilladzi la yadurru ma'a ismihi shay'un fil ardi wa la fis samaa'i wa huwas samii'ul 'aliim. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സ്നേഹമുള്ള സഹോദര സഹോദരന്മാരെ, ഉമ്മപെങ്ങന്മാരെ, വാത്സല്യ നിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ മേൽ അല്ലാഹുവിൻ്റെ രക്ഷയും ഗുണവും ഉണ്ടാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 7-ാമത്തെ രാവിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ അദ്കാറുകളും ഖുർആൻ പാരായണവും സലാത്തുകളും അല്ലാഹു സ്വീകരിക്കുമാറാട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി ഉള്ള ദിവസങ്ങളിൽ നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇബാദത്തുകളെ കൊണ്ട് ധന്യമാവാനും ദിക്റും സലാത്തും ഖുർആൻ പാരായണവുമായി നമ്മുടെ ജീവിതം നല്ല നിലക്ക് ആയിത്തീരുവാൻ വേണ്ടി ഒക്കെ നമ്മൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകളെ ഹാസിലാക്കി തരുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസം ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണല്ലോ. ഒക്കെ മുമ്പ് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അറിവ് വിശ്വാസിയുടെ വീണുപോയ സമ്പത്താണ്. അത് എവിടെ കണ്ടാലും പെറുക്കിയെടുക്കണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അറിവ് ഒരു വിശ്വാസിയുടെ സമ്പത്താണ്. അത് വീണ് കിടക്കുക, എവിടെ കണ്ടാലും അതിനെ പെറുക്കിയെടുക്കണം എന്നാണ് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. ആര് എന്തൊരറിവാണോ നമുക്ക് പകർന്നു തരുന്നത്, ആ അറിവ് നമ്മൾ സ്വീകരിക്കുക, അത് നമ്മൾ ചെയ്യുക. മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ, ആലിമീങ്ങൾ പലരും നമുക്ക് വേണ്ടി ഓരോ ദിക്റുകൾ, വെള്ളിയാഴ്ച രാവിലെ ചൊല്ലാനുള്ള സലാത്തുകൾ, ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, അതുപോലെ ഖുർആൻ പാരായണം, നല്ല നല്ല അറിവുകൾ പറഞ്ഞു തരുന്ന ഒരുപാട് ആലിമീങ്ങളുണ്ട്. അവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മളിൽ നിന്ന് വീണുപോയ സമ്പത്ത്, അറിവുകൾ. നമ്മളൊക്കെ കുറഞ്ഞ കാലം മാത്രം മദ്രസയിൽ പഠിച്ചവരാണ്. 7-ാം ക്ലാസ് വരെയും 5-ാം ക്ലാസ് വരെയും 10ഉം
10ാം ക്ലാസ് വരെ പഠിച്ചവരൊക്കെ ഉണ്ടാവും. മുൻകഴിഞ്ഞ ആളുകളൊക്കെ 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ പോയവരായിരിക്കും. അവർക്കൊന്നും കൂടുതൽ അറിയുന്നവരുണ്ടാകും, അറിയാത്തവരുമുണ്ടാകും ഇൻഷാ അല്ലാഹ്. എന്നാലും നമ്മളിലേറെ അറിവ് പണ്ടുള്ളവർക്കുള്ളതാണ്. കാരണം അവരൊക്കെ അന്ന് ഇൽമിനെ പഠിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചവരാണ്. ഇന്ന് നമ്മൾ ഓരോ ദിവസവും ഓരോ ദിക്റുകളും സലാത്തുകളും പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ഏറ്റെടുത്ത് നമ്മളുടെ ജീവിതത്തിൽ അത് പകർത്തുക ഇൻഷാ അല്ലാഹ്. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത്. അറിവിനെ നല്ലത് കേൾക്കുവാനും നല്ലത് പഠിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇന്ന് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കും, സ്വാലിഹത്തായ മക്കളാക്കട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന സന്താനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സൗന്ദര്യ പിണക്കം അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല തീർത്തു തരുമാറാവട്ടെ. നല്ല നിലക്ക് മരണം വരെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മാതാപിതാക്കളോടുള്ള കടമകൾ, അതുപോലെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കൾ, അവർക്കൊക്കെ അല്ലാഹു നല്ല മനസ്സും നല്ല ബുദ്ധിയും കൊടുത്ത് മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കി മാറ്റുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ പല നിലക്കും സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, വീട് വിൽപ്പനയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞ ടെൻഷനുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെയൊക്കെ എല്ലാവരുടെ പ്രയാസങ്ങളും ടെൻഷനുകളും എല്ലാം അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അതിന് വേണ്ടിയുള്ള ഒരു ദിക്റാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു പറയുവാനും നിങ്ങൾ കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. പമ്പുറം തങ്ങളുടെ നേർച്ചയാണല്ലോ നടന്നുകൊണ്ട്, നാളെയാണ് മുഹറം 7. മമ്പുറം തങ്ങളുടെ ആണ്ടിൻ്റെ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് മമ്പുറം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم وإلى حضرة خطب الله خطاب سيد علوي المنبرمي قدس الله تعالى سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل رب الناس ملك الناس إله الناس من شر وسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه يكافي مزيدا اللهم صل على سيدنا محمد وعلى آل رسولك سيدنا محمد وإلى الحمد لله رب العالمين حمدا يوافي نعمه يكافي مزيدا اللهم صل على سيدنا محمد وعلى آل رسولك سيدنا محمد الله وإلى حضرة صحاب البدرين وحديين وحندقين وتبوقين وسائر صحابة كلهم أجمعين وإلى حضرة خطب الله خطاب سيد النبي المبرمي قدس الله تعالى سره العزيز أرحم الراحمين രാജാതിരാജനായ അല്ലാഹ് മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് കരുണക്കടലായ റബ്ബേ ഞങ്ങൾ ഓതിയതായ ഫാത്തിഹ ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് ഷഹദാക്കളുടെ ഹളറത്തിലേക്ക് മമ്പുറം തങ്ങളുടെ ഹളറത്തിലേക്ക് നീർത്തിക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ മമ്പുറം തങ്ങളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നിൻ്റെ ഔലിയാക്കന്മാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ടെൻഷൻ അടിക്കുന്നവരുടെ ടെൻഷൻ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ് റഹ്മാനായ അല്ലാഹ് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് റഹ്മാനായ റബ്ബേ വീട് വിൽപ്പനയ്ക്ക് വേണ്ടി സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചവരൊക്കെ ഉണ്ട് അല്ലാഹ് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഉണ്ട് അല്ലാഹ് ഇവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ് കടങ്ങളൊക്കെ വീട്ടിൽ റാഹത്ത് നീ കൊടുക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ടൊക്കെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ് കണ്ണെത്താ ദൂരം വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഈ ലോകത്തും പരലോകത്തും ഞങ്ങളെ വിജയികളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ മഹാന്മാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ ഖൈറും ഞങ്ങളുടെ ഹൈറായ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ അല്ലാഹ് ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ എല്ലാ ശർറ ബലാ മുസീബത്തുകളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ് അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ മമ്പുറം തങ്ങളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ തീർത്ത് സലാമത്ത് നൽകണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ മുത്ത് നബിയുടെ ബർക്കത്ത് കൊണ്ട് ഷഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് പുണ്യ മദീനയിലെത്താൻ തൗഫീഖ് നീ നൽകണേ അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മളെ ഹലാലായ ഏതൊരു ആവശ്യവും നിറവേറാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. ഹലാലായ ഏതൊരു ആവശ്യവും നിറവേറാൻ ഉള്ള ഒരു ദിക്റാണ്. അത് ചൊല്ലേണ്ടത് സുബഹി നമസ്കാര ശേഷമാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ ദുആ 3 തവണ പതിവായി
ചൊല്ലി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. എന്നാൽ അവൻ്റെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാകും. മൂന്ന് തവണയാണ് ഈ ദിക്ർ ചൊല്ലേണ്ടത്. അവൻ്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഇത് ചൊല്ലുന്നതിന് മുമ്പ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ 3 അല്ലെങ്കിൽ 10 സലാത്ത് ചൊല്ലണം. നമുക്കറിയാവുന്ന സലാത്ത് ആദ്യവും ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനവും നമ്മൾ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. اللهم لا إله إلا أنت يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم صل على محمد وعلى آله എന്നാണ് ആ ദിക്ർ 3 തവണ നമ്മൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. اللهم لا إله إلا أنت يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم صل على محمد وعلى آله. ഇത് 3 തവണ സുബഹി നിസ്കാരത്തിന് ശേഷം 3 തവണ പതിവായി ചൊല്ലി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് പറയുന്നത്. എല്ലാവരും ഞാനും നിങ്ങളൊക്കെ അത് ജീവിതത്തിൽ ചെയ്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകാതെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഒരുപാട് ആളുകൾക്ക് ഇതിന് പ്രതിഫലം കിട്ടിയിട്ടുണ്ടെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു ദിക്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കാൻ, സഹാബ ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും 7 തവണ ചൊല്ലിയാൽ, അതായത് ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും ചൊല്ലിയാൽ അവന് 4 ഗുണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് രാവിലെയും വൈകുന്നേരവും 7 തവണ ഈ ദിക്ർ ചൊല്ലിയാൽ അവന് 4 ഗുണങ്ങൾ ഉണ്ട് എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. സഹാബത്ത് വഴി താബീങ്ങൾ വഴി നമ്മളിലേക്ക് എത്തിയതാണ്, നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ആ ദിക്ർ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇത് 7 തവണ ചൊല്ലിയാൽ, ഈ ദിക്ർ പറഞ്ഞാൽ അവന് 4 ഗുണങ്ങളുണ്ട് എന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടിയാണ് അത് പഠിപ്പിച്ചു കൊടുത്തത്. ആ സഹാബത്ത് വഴി താബീങ്ങൾ വഴി നമ്മളിലേക്ക് പണ്ഡിതന്മാരിലൂടെ ഉലമാക്കളിലൂടെ നമ്മളിലേക്ക് എത്തിയത്. ഒരു ഗുണം എന്താണ്? അവന് പേടിയാകുന്ന എല്ലാ കാര്യത്തിൽ നിന്നും രക്ഷയുണ്ടാകും ഈ ദിക്ർ ചൊല്ലിയാൽ. ഒന്നാമത്തത്, അവന് പേടിയാകുന്ന എല്ലാ കാര്യത്തിൽ നിന്നും രക്ഷയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തത്, വേദനകളെല്ലാം നീങ്ങിപ്പോകും. വേദനകൾ നീങ്ങിപ്പോകുമെന്ന് രണ്ടാമത്തെ ഗുണം.
3 ശത്രുക്കളിൽ നിന്ന് രക്ഷയുണ്ടാകും. മൂന്നാമത്തത് ശത്രുക്കളിൽ നിന്ന് രക്ഷയുണ്ടാകും. 4 അസുഖങ്ങൾ സംഭവിക്കുന്നത് തടയും, അതായത് രോഗങ്ങൾ ഉണ്ടാവുന്നത് തടയുമെന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും 7 തവണ ചൊല്ലാൻ ആരും മറക്കണ്ട. 7 തവണ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ സകലമാന ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത്രയും കാലം നമ്മൾ ചെയ്ത നല്ല നല്ല പ്രവർത്തികൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആൻ പാരായണം ചെയ്തത് എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി കാണുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തു കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നും വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ആരും മറക്കരുത്, എല്ലാവരും ഈ ദിക്റുകൾ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഒരു മുഅ്മിനിൻ്റെ സത്യവിശ്വാസിയുടെ അറിവ് ഒരു സത്യവിശ്വാസിയുടെ വീണുപോയ സമ്പത്താണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്.